നിന്റെ ഭർത്താവ് നിനക്കൊപ്പം താമസിക്കുമ്പോഴേ അവനെപ്പോഴാ നിന്റെ അടുത്തുനിന്ന് ഓടിപ്പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, നിന്റെ പൂജാമുറിയുന്നേ അയ്യപ്പൻ എങ്ങോട്ടാ പോയത്? അറിയില്ല മുത്തശ്ശി, എനിക്കെല്ലാം എന്റെ അയ്യപ്പനാ. അതുകൊണ്ട് ആ വിഗ്രഹം തിരിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നിന്റെ വിഗ്രഹം നിനക്ക് തിരിച്ചു കിട്ടുമോ? കുടുംബത്തിലെ ദൈവങ്ങളെന്നും എന്റെ പ്രാർത്ഥന കേട്ടിട്ടേ ഉള്ളൂ. ആ, അപ്പൊ പിന്നെ ഈ അമ്പലത്തിലെ ദേവി തന്നെ നിനക്ക് നിന്റെ അയ്യപ്പനെ കൊണ്ട് തരുവായിരിക്കും. ആ, ഞാനിന്ന് ദേവിയുടെ മുന്നിൽ തൊഴുതോണ്ട് നിന്നപ്പോ ദേവി പറയുകയും ചെയ്തു കേട്ടോ, മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി വരുന്നുണ്ട്, അവൾക്ക് അയ്യപ്പന്റെ വിഗ്രഹം കൊടുക്കണോന്ന്. എടി പെണ്ണേ, നീ കൊറേ കാലമായിട്ട് അയ്യപ്പ ഭഗവാനെ ശല്യം ചെയ്തോണ്ടിരിക്കുക. നിന്റെ ഭർത്താവിന് കാലിന് സുഖമില്ല. നീ നടക്കാത്ത ഓരോരോ കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞു കാണും. എന്റെ ഭർത്താവ് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണേന്ന് പ്രാർത്ഥിച്ച എടി, നടക്കാത്ത കാര്യം ഭഗവാന് ചെയ്തു തരാൻ പറ്റുമോ? എടി, അവനവൻ അർഹിക്കുന്നത് മാത്രമേ കൊതിക്കാവൂ, പ്രാർത്ഥിക്കാവൂ. അപ്പോ ദൈവം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ എന്താന്ന് വെച്ചാ ചെയ്തു തരും. ഇത് നിനക്ക് അത്യാഗ്രഹവും ദുരാഗ്രഹവും എല്ലാം കൂടെ ഒന്നിച്ച പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?